ഹലോ ഗൈസ്, അപ്പം നമ്മൾ ദേവാസുരം ഫൈനലി ലോഞ്ചായിരിക്കുകയാണ്. ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഈ ലോഞ്ചിങ് ടൈമിന് റെക്കോർഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. ഞാൻ റീപ്ലൈ മോഡ് ജസ്റ്റ് എടുത്ത് വെച്ചിട്ടുള്ളൂ. ഇതേ നോക്കി ക്ലിക്ക് ജോയിൻ വന്നു കേട്ടോ. അപ്പോൾ എനിക്ക് റെക്കോർഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി എനിക്ക് ലോഞ്ചിങ് ടൈമിന് ഫുള്ള് മാനേജ്മെൻറ്റും പാനലും എല്ലാ വള്ളിയും എൻ്റെ തലയിലായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സെറ്റായി. ദെൻ ഫൈനലി ഞാൻ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലോഞ്ചിങ് ടൈം ഉണ്ടായിരുന്ന ജസ്റ്റ് ആ റീപ്ലൈ മോഡും ഞാനിവിടെ എത്തിവരെയുള്ളൊരു കഥ ചുരുക്കി പറയാം. അത്രേ ഞാൻ ഇന്ന് പ്ലാൻ ചെയ്യുന്നുള്ളൂ. സോ പിന്നെ നമ്മളെ അനാർക്കിയുടെ സീസൺ 3 ഉടനെ തന്നെ ലോഞ്ചാവും. ഉടനെ തന്നെ പറഞ്ഞാൽ ഇന്നോ നാളെയായിട്ട് ലോഞ്ചാവും. സോ ആർക്കെങ്കിലും അനാർക്കി കളിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സർവറിൽ ജോയിൻ ചെയ്യാൻ നമ്മളെ പാതാളത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പാതാളത്തിൻ്റെ അതുകൊണ്ട് തന്നെ നമ്മളെ ദേവാസുരത്തിൻ്റെ ലിങ്ക്. അങ്ങനെ നമ്മളിത് ലോഞ്ച് ആയപ്പോൾ തന്നെ ഏകദേശം ഐ തിങ്ക് ഒരു 24 പ്ലെയേഴ്സോളം ജോയിൻ ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ 40 ആൾക്കാരെയാണ് വൈറ്റ് ലിസ്റ്റ് ചെയ്തത്. അവസാനം കുറേ പ്ലേയേഴ്സ് വന്നപ്പോൾ നമ്മൾ 10 സ്ലോട്ടിൽ നമ്മൾ കൂട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 40 പ്ലേയേഴ്സ് ആയിരുന്നു. അതിൽ ഏകദേശം ഒരു 24 പ്ലേയേഴ്സോളം ജോയിൻ ആയി. ബാക്കിയുള്ള പ്ലേയേഴ്സ് നൈറ്റൊക്കെ ആയിട്ട് കുറച്ച് ജോയിൻ ആയിട്ടുണ്ട്. പിന്നെ ബാക്കി കുറച്ച് എക്സാമും കാര്യങ്ങളായിട്ട് ചിലവരൊന്നും വന്നിട്ടില്ല. ഏകദേശമൊക്കെ വന്നു. എല്ലാവരും ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഫുൾ സെറ്റായിരുന്നു. നമുക്ക് നമ്മളെ ചീഫ് ഗസ്റ്റ് ആയിട്ട് നമുക്ക് വന്നിരുന്നത് സുഡണ്ണനായിരുന്നു. സുഡണ്ണൻ എനിക്ക് തിങ്ക് പുള്ളി ലൈവിലായിരുന്നു എന്ന് തോന്നുന്നു ആ സമയത്ത്. ഏകദേശം 1 മണിക്കൂറോളം നമ്മുടെ സർവറിൽ കളിച്ചു. ഫുള്ള് സെറ്റായിരുന്നു. അങ്ങനെ ജോയിനായി സ്പോണിലെ എല്ലാ കളികളും കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്കുള്ള നെക്സ്റ്റ് ടാസ്ക്കായ നമ്മുടെ ബേസ് തപ്പാനായിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ ബേസ് ഐലൻഡിൽ പറ്റിയൊരു നല്ല ഏരിയ ഞാനും അതുകൊണ്ട് തന്നെ സ്ട്രോബ് ഗെയിമർ ചാർലി ചെയ്യാനാണ് ഡ്രോപ്പ്. ഞങ്ങൾ 4 പേരും ഒരു ജസ്റ്റ് നൈബേഴ്സായി ഓരോരുത്തർ ഇൻഡിവിജ്വലായിട്ടാണ് നൈബേഴ്സായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത്. സോ ഏകദേശം എല്ലാവരും 4 ഭാഗത്തേക്ക് തോണി ഇറങ്ങി. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞങ്ങൾ തോയതിന് ശേഷം ഞങ്ങൾ ക്ഷീണം കൊണ്ടു. ഞങ്ങൾ ജസ്റ്റ് ഗിയറപ്പ് ആകാനും തന്നെ ടൂൾസ് ഒന്ന് സെറ്റാക്കാനും വേണ്ടി ഞങ്ങൾ ഒരു ചെറിയൊരു ഐലൻഡിലേക്ക് കയറി. ബേസിന് വേണ്ടിയല്ല, ജസ്റ്റ് ഞങ്ങൾ ടൂളപ്പ് ചെയ്യാൻ ആ ഒരു റെക്കോർഡ് എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയി. യെസ് ഗൈസ്, ഫൈനലി ഇതേപോലെ ആയിട്ടുണ്ട് നമ്മൾ. ഏകദേശം നമ്മൾ ഒരു ഷോപ്പിംഗ് ഡിസ്ട്രിക്റ്റിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ഷോപ്പുണ്ട്. അതെടുക്കാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് തന്നെ പോയിട്ട് 2 ഡയമണ്ട് ബ്ലോക്ക് അല്ല 3 ഡയമണ്ട് ബ്ലോക്കാണ് 3 ഡയമണ്ട് ബ്ലോക്ക് സെറ്റാക്കി. അതവിടെ കൊണ്ടുവച്ചിട്ട് എൻ്റെ സ്ലോട്ട് ഞാൻ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഉടനെ തന്നെ ആ ഷോപ്പിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റാക്കണം. ഇതാണ് എൻ്റെ AFK റൂം. ഇതാണ് എൻ്റെ AFK റൂം. ഇന്നലെ നൈറ്റ് തന്നെ ബ്രീഡറും കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ഇപ്പം തന്നെ ഞാൻ കാണിച്ചു തരാവേ. ഇത് നോക്കെ ഇപ്പം തന്നെ ഏകദേശം ആവശ്യത്തിലും അധികം വില്ലേജേഴ്സ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബേസ്. ഓക്കെ, നമ്മളെ അടുത്ത് തന്നെ നമ്മുടെ സാവേജിൻ്റെയും അതുപോലെ തന്നെ ഡ്രോപ്പിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ഗെയിമർ ചാർലിയുടെയും ബേസ് നമ്മളെ അടുത്ത് തന്നെയാണ്. ഞാൻ വേ പോയിന്റ് ജസ്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അവരെ രണ്ടാളെയും ബേസിലും. സോ ജസ്റ്റ് അവരെ ബേസ് ഞാൻ കാണിച്ചു തരാം. ഐ തിങ്ക് ഞാൻ
റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ബ്രീഡർ സെറ്റാക്കുവാണ്. ഇതാണ് പുള്ളിക്കാരൻ്റെ ബ്രീഡർ, നമ്മൾ സ്പോയിൽ ചെയ്തിരിക്കുകയാണ്. ആൻഡ് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഗെയിമർ ചാർലിയുടെ ലൈവും ഉണ്ടായിരുന്നു. പുള്ളിയും ഇവിടെ എവിടെയോ കറങ്ങുന്നതായിട്ട് ഞാൻ ലൈവ് കണ്ടു. ജസ്റ്റ് അവനെ ഒന്ന് തപ്പാൻ ഇറങ്ങിയതാണ്. ആൻഡ് അപ്പുറത്തുണ്ട് ഡ്രോപ്പ്. ഓക്കെ, ജസ്റ്റ് ഇവിടെ എവിടെയോ ഉണ്ടവൻ. എന്താക്കണേ, എൻ്റെ കണ്ട് പോയി വിളിച്ചിരിക്കാം. കണ്ടു. ഓക്കെ, ഇതാണ് നമ്മളെ ഗെയിമർ ചാർലി. ഒന്നുകൂടി വിളിച്ചെന്നാലോ? ഇല്ലടാ, മെയിൻ്റെക്കുന്നില്ലടാ. പുള്ളി ലൈവിൻ്റെ മൂഡിലാണ് പോണു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രോപ്പണ്ണിൻ്റെ മിനിറ്റ്. ഇല്ല ചാർലി അവൻ്റെ ലൈവിൽ പറഞ്ഞേ ഇവിടെ എൻ്റെ കിളിയുണ്ട്. എൻ്റെ മീനുക്കുട്ടി അപ്പുറത്തല്ല, എൻ്റെ മീനുക്കുട്ടി അല്ല അത്. ഓക്കെ, എന്താണ് ഡൗട്ട് അടിപ്പിക്കുന്നടാ? ഒറ്റ ഇവിടെ എവിടെ കിളിയുണ്ട്? എൻ്റെ മീനുക്കുട്ടി ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. എൻ്റെ ഇതാട്ടോ നൈറ്റ് വിഷൻ. ഇവിടെ ഒന്നും ഇല്ലടാ. ഇതാണ് ബ്രീഡർ. ചെക്കൻ ഫുൾ ബിൽഡിൻ്റെ മൂടാണ്. നീ വിചാരിക്കുന്നുണ്ട്? ഇത് കണ്ടോ, നൈറ്റ് പോലും പട്ടിയെ പോലെ പണിയെടുക്കുന്നു. സോംബി. ഇവിടെ ചാർലി എവിടെ പോയാ? ഇല്ല കാണുന്നില്ല. സോംബി അടിക്കാൻ വരുന്നു. നീയൊന്നും വളർന്നിട്ടില്ലടാ, എന്നാ മേടിച്ചോ. ഇത്രേ ഉള്ളൂ. അടുത്ത രാവിലെ. എന്നാ അയ്യോ, തീ ഒറ്റ. എനിക്ക് തീയും പണ്ടേ അലർജിയാ. ചത്താ നീ? ഇതാണ് നമ്മളെ സാവേജിൻ്റെ ബേസ്, ഡ്രോപ്പിൻ്റെ ബേസ്. ഇനി നമുക്ക് നേരെ ചാർലിയുടെ ബേസിലോട്ട് പോവാം. ഓക്കെ, നമ്മൾ ചാർലിയുടെ ബേസിൻ്റെ ദ്വീപിലെത്തി. ചാർലി ലൈവിലാട്ടാ. ചാർലി ആയി യുവർ ബേസ്. നോക്കാം എന്ത് പറയുന്ന. ഇത് കണ്ട, ഇതാണ് എല്ലാവരും ബേസായി. എനിക്ക് മാത്രമേ ഇനി സെറ്റാവുള്ളൂ. നമുക്ക് നാളെ മറ്റന്നാളായിട്ട് എനിക്ക് അതിൻ്റെ വീഡിയോ ചെയ്യണമെന്നുണ്ട്. മേ ബി ഞാൻ റീപ്ലൈ മോഡ് എടുത്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇടുക, മൂഡിനനുസരിച്ചായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ചാർലിയുടെ വീട്. ചെക്കൻ വീഡിയോ ഇട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ എക്സ്പോസിങ് ആയിരിക്കും അവൻ്റെ ബേസ്. ഇന്ന് ലൈവിൽ അവന് റെക്കോർഡ് എടുക്കാൻ വിട്ടുപോയി എന്നൊക്കെയാണ് പറയുന്നത്, എന്താ അറിയില്ല. ഇതാണ് പുള്ളിയുടെ ബേസ്. ഇവിടെ എന്താ? അയ്യോ, ക്രീപ്പർ തിരിച്ചോ. ചാർലി ക്രീപ്പറിനെയും വളർത്തുന്നു. ഇത് നോക്കിയേ, ചാർലി ക്രീപ്പറിനെയും വളർത്തുന്നു. എനിവേ, എന്തായാലും നമുക്കിനി ബേസിലോട്ട് പോകാൻ /home ബേസ് എന്നടിച്ചാൽ മാത്രം മതിട്ടോ. ഇനി എന്നെ കൊണ്ടാവില്ല തന്നെ അങ്ങോട്ട് പോകാൻ. സോ ഇതാണ് നമ്മുടെ ബേസ്. നമ്മൾ ബേസിലേക്ക് എത്തി. ഓക്കെ, 1 മിനിറ്റ്. നമ്മളെ ചാർലി ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒന്ന് റീപ്ലൈ എടുക്കട്ടെ. ഓക്കെ, പുള്ളി ലൈവിലാണ്. അപ്പോൾ പുള്ളി ലൈവിൽ ആരും മിണ്ടുന്നില്ല എന്നൊരു പരാതി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റീപ്ലൈ എടുത്താൽ. സോ ഇതാണ് നമ്മുടെ വില്ലേജേഴ്സ്. ആൻഡ് ഏകദേശം ഇത്രയൊക്കെ ഉള്ളൂ. ബാക്കി ബേസും കാര്യങ്ങളൊക്കെ നാളെ സെറ്റ് ചെയ്യാനാണ് പ്ലാൻ. എൻ്റെ മീനുക്കുട്ടിയാണ്, മീനുക്കുട്ടിയല്ല പൊന്നുകുട്ടി. പേര് എന്തിടുന്ന ഒരു ഐഡിയ ഒന്നും വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു പേരിടണം. ആൻഡ് വേറൊരു സത്യം കൂടി ഉണ്ട് ഇവനുണ്ട്. അങ്ങനെ ഞങ്ങൾ ടോട്ടൽ 2 ആൾക്കാരാണ്. ആൻഡ് ഈ ഒരു ഏരിയയിലാണ് എൻ്റെ ബേസ് വെക്കാനൊക്കെ പ്ലാൻ. സോ അത്രയൊക്കെ തന്നെ ഉള്ളൂ ഗൈസ്. ഞാൻ ജസ്റ്റ് ഇന്നത്തെ വീഡിയോ മെയിൻലി നമ്മളെ ലോഞ്ചായ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാനായിരുന്നു. എനിവേ, താങ്ക് യു, ബൈ.